ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നൊരു മോർണിംഗ് ടോക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ ഒരു സൺഡേ ആണ് കേട്ടോ വീഡിയോ എടുത്തിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ രാവിലെ എണീറ്റ് പാട് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കും കേട്ടോ ജനൽ തുറന്നിട്ട്. പിന്നെ അതാ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ ആരും എത്തിയിട്ടില്ല കേട്ടോ. സൺഡേ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എല്ലാവരും എണീക്കാം. പിന്നെ നമ്മൾ പഴയ കിച്ചണിൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം, പഴയ കിച്ചണിന് പുതിയ കിച്ചൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ന്യൂ കിച്ചൺ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പഴയ കിച്ചണിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. പുതുതായിട്ട് ചെയ്തിട്ടുള്ള കബോർഡ് വർക്കാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറികൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് മഷ്റൂമാണ് കേട്ടോ. അത് മഷ്റൂം റോസ്റ്റാണ്. ഇതിൻ്റെ ഇക്കുവിൻ്റെ സ്പെഷ്യൽ ആൻഡ് ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. ഇക്കു നാട്ടിലുള്ളപ്പോൾ ഇക്കു എപ്പോഴും നമുക്ക് എപ്പോഴേലൊക്കെ നമ്മൾ മേടിക്കൂട്ടെ, എപ്പോഴല്ല എപ്പോഴെങ്കിലും മേടിച്ചിട്ടുണ്ടാക്കും. പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം രാവിലെ ഇതിനൊക്കെ ഒരുപാട് ചെറിയുള്ളി ആയിട്ട് വേണ്ടത്. ഇപ്പോൾ ചുവന്നുള്ളിയും പിന്നെ അതുപോലെ തന്നെ സവാള അധികം വേണ്ട, അതൊക്കെ തലേ ദിവസം രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ എടപ്പാൾ റിലയൻസ് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. പലയിടത്തും പല റേറ്റാണ് കേട്ടോ വരുന്നത്. നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ആണെങ്കിൽ 80 രൂപ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ചില സൂപ്പർ മാർക്കറ്റിൽ ഇതിന് എനിക്ക് കിട്ടിയുള്ളത് 45 കേട്ടോ. അത് ചിലടത്ത് 75 ഉണ്ട്. പിന്നെ ഓഫറിൽ അങ്ങനെ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരുപാടുണ്ട്. ഈ കൂനിൽ ഉപ്പിട്ട പോലെ എന്നുള്ള ചൊല്ല് സത്യം പറഞ്ഞാൽ ഭയങ്കര സത്യമായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കുമ്പോൾ കാണാൻ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ടാണ്. നല്ല പോലെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ സാധനമല്ലോ അതിൻ്റെ അടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ തോലിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ തോലിങ്ങനെ പറിച്ച് കളയണം നമ്മൾ നല്ല വൃത്തിക്ക്. ആ തോല് നമ്മൾ കളഞ്ഞിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ എടുത്തിട്ട് ഇതേപോലെ ഞാനൊരു 4 പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 4 അല്ല 5 ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഇടാം. ഇങ്ങനെ ഒന്നായിട്ട് നമ്മൾ എന്തായാലും ഇടില്ല. നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാതും ഒരു കുക്ക് ചെയ്യുന്ന ബൗളിലേക്ക് വെക്കണം. ഞാൻ ഈ സ്റ്റൈലിലാണ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത്. അതേപോലെയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്, പ്രത്യേക ഫ്ലേവറുള്ളൊരു സാധനമുള്ള മഷ്റൂം. എനിക്ക് ആദ്യമൊന്നും മഷ്റൂം വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ മഷ്റൂം ഇടയ്ക്ക് കഴിക്കണമൊക്കെ നല്ലത് മാത്രമല്ല നമ്മൾ ഈ വേലൊന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഇതിക്ക് വെച്ചിട്ടുണ്ട്, പാനിക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടായിക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് എരിവും അതുപോലെ പെട്ടെന്ന് ഉപ്പ് കൂടും കേട്ടോ കൂണിൽ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിത് കാശ്മീർ മുളക് പൊടിയല്ല, അതിനെ കുറച്ച് പാളിച്ച പറ്റി കുറച്ച് എരിവ് കൂടിപ്പോയിട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി. എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വളരെ കുറവ് ഇട്ടാൽ മതി, കാരണം മസാലയിൽ ഉപ്പ് വരും, പെട്ടെന്ന് ഉപ്പ് പിടിക്കും ഇതിൽ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി വെള്ളം ചേർക്കേണ്ടെന്ന് പറയേണ്ട കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. തീരെ വെള്ളം ചേർക്കാതെ തന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോകുന്നു ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒന്ന് ചൂടായി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ഗ്ലാസ്സിലാക്കി നമ്മളൊന്നിനെ കുടഞ്ഞു കൊടുക്കും, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം അധികം വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂണ് വെന്തിട്ടും ഉണ്ടാവും. ഈ സമയത്ത് ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കൂണ് വെന്തിട്ടുമുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഇതിൽ തന്നെ കിടന്ന് വറ്റിക്കാം കേട്ടോ. ഒന്നുകിൽ തുറന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹാഫ് മൂടി ഇങ്ങനെ നീക്കി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് വറ്റിക്കാം. അത് റെഡി ആയതിന് ശേഷം നമ്മൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ പണി എന്താ വെച്ചാൽ ഇതിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ്ങും അതുപോലെ തന്നെ ആ ഉള്ളി കട്ടിയിലും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം റെഡി ആണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴുകിക്കൊണ്ട് ഞാൻ കഴുകിയിട്ടില്ല, അതിലേക്ക് തന്നെ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കേണ്ട. ഓയിലിനേക്കാൾ ടേസ്റ്റ് കൂടെ വെളിച്ചെണ്ണയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. കടുകും കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മൾ മിക്സിനേക്കാൾ നല്ല ടേസ്റ്റ് ചെയ്ത് അരിഞ്ഞു കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക കത്തി വെച്ചിട്ട്. എന്നിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ ചില ചെറിയുള്ളി കൂടുതൽ ചെറിയുള്ളി ഉപയോഗിക്കണം ഏറ്റവും നല്ലത്. കുറച്ച് ചെറിയുള്ളി വലിപ്പമുള്ള കാരണം ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞാൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെല്ലുള്ളി കേട്ടോ. വെല്ലുള്ളി ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ളത് 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാടുള്ള പോലെ മീൻസ് കുറച്ച് ഗ്രേവി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൂണ് നേരത്തെ കണ്ടില്ലെങ്കിൽ 3 ബോക്സ് കൂണ് എടുത്തിട്ട് എത്ര പെട്ടെന്ന് ചുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സവാള ചെറിയൊരു മീഡിയം ഇതിൽ കൊത്തി അരിയണം കേട്ടോ. ഇതുപോലെ നീളത്തിലരിയാനും കുഴപ്പമില്ല, പക്ഷേ കൊത്തി അരിയാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുക. നല്ലപോലെ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് തുറന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ കുറച്ചും കൂടി. അപ്പോൾ നേരത്തെ കൂണിൽ ചേർത്ത മസാലേൻ്റെ അളവ് നോക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാൻ മതി കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും കുറച്ച് മുളക് പൊടി കുറച്ച് എരിവ് കൂടിപ്പോയി. കാശ്മീർ മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഉപ്പ് നേരത്തെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിൻ്റെ പിന്നെ അതുപോലെ നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ നമ്മൾ മസാലയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ ഉള്ളിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ കൂണിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എത്ര ഉള്ളൂ, കൂൺ മസാല റെഡി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല കിട്ടില്ല ടേസ്റ്റാണ് വരുന്നത്. തീരെ കൂണ് കഴിക്കാത്തവരാണെങ്കിൽ പോലും ഒറ്റ തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇക്കുള്ളപ്പോൾ മാത്രമേ നമ്മളിത് മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല, കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പോയതിന് ശേഷം നമുക്കൊരു ഭയങ്കര മിസ്സിങ് അതല്ല ഫുഡുകളൊക്കെ. അപ്പോൾ അങ്ങനെ ട്രൈ ആക്കി നോക്കിക്ക്, റെസിപ്പി പറഞ്ഞത് ട്രൈ ആക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് എരിവ് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുളക് പൊടി കുറച്ച് എരിവുള്ള കാരണം കുറച്ച് എരിവ് കൂടി പോയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ഗാർണിഷ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ള കാരണം ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാനും കൂടി ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ റെഡി ടു കുക്കുള്ള ചപ്പാത്തിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ റെഡിയായി. ഇനി ഞാൻ അതുപോലെ രാവിലെ നമ്മൾ ചിയാ സീഡ് ഉണ്ടല്ലോ, അത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെക്കും. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂണ് ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് ആദ്യം കുടിക്കും. പിന്നെ നമ്മൾ കുടിക്കണ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇട്ട് കുടിക്കും. നല്ലതാണ് കേട്ടോ, നമ്മളെ ഫാറ്റൊക്കെ കുറയാൻ വേണ്ടിയിട്ട്, കൊഴുപ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മച്ചിക്ക് കൊടുക്കാനുള്ള കേട്ടോ, ഉമ്മക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമ്മളെല്ലാവരും ഇനി ചായ കുടിക്കാൻ വേണ്ടി പോകട്ടോ. നല്ലൊരു മസാലയാണ്, അതുപോലെ നല്ലൊരു സ്മെല്ലും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ സ്വയം ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയില്ല. ട്രൈ ആക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടോ. ഉമ്മക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ ചായയാണ്. എപ്പോഴൊന്നും കുടിക്കില്ല. ആദ്യമൊക്കെ എപ്പോഴും കട കുടിച്ചു തന്നിട്ട് ഇപ്പോൾ കുടിക്കൽ വളരെ കുറവാണ്. കാരണം ചായയോട് വല്ലാതെ എൻ്റെ ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മൾ കൂൺ മസാലയും കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി ചായ കുടിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാം കേട്ടോ. ഇന്ന് ഫുള്ളായിട്ട് വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല. രാവിലത്തെ കുറച്ച് റൊട്ടീൻസ് മാത്രമേ കേട്ടോ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ.
അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല കിടില റോസ്റ്റ് എരിവ് ഉണ്ട് കേട്ടോ. നല്ല എരിവ് വെച്ചാൽ നല്ല എരിവ് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മൾ മുളക് പൊടി കാശ്മീർ മുളക് പൊടിയല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് കുറച്ച് പണികൾ മൊബൈലിൽ നോക്കിയിരിക്കുക, അങ്ങനത്തെ പണികളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇതിനിടയിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. എവർട്ടീൻ്റെ ഡിസൈറബിൾ ഓൾവേസ് പീരീഡ് കെയർ ആണ് കേട്ടോ വരുന്നത്. സാനിറ്ററി പാഡ്സ് ആണ്. നീമിൻ്റെയും സാഫ്ലവറിനൊക്കെ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഇത് വരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ സോഫ്റ്റ് ലെയറാണ് വരുന്നത്. പിന്നെ നമുക്ക് അത് ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ലീക്കേജ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. എക്സ്ട്രാ വൈഡായിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ബ്ലീച്ചിങ്, അതേപോലെ ഇങ്കിൻ്റെ ലാക്ടസ്, ക്ലോറിൻ, ഫെത്തലൈറ്റ്സ് ഇതൊന്നും അടങ്ങിയിട്ടില്ല കേട്ടോ ഈ പാഡിൽ. കോട്ടൺ സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യണം നല്ലൊരു പാഡാണ് കേട്ടോ. ഇതുപോലെ ഒരു കവറിലാണ് വരുന്നത്. അപ്പോൾ എവർട്ടീൻ്റെ പാഡ്സ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്തിട്ടാട്ടോ നിങ്ങളടുത്ത് റിവ്യൂ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ബൈൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പണി വെച്ചാൽ അലക്കിയതൊക്കെ ഒന്ന് തോരണം കേട്ടോ. എൻ്റെ കൂടെ വാവാച്ചി ഉണ്ടാവും. സൺഡേ കാരണം ഓളും ഉണ്ടാവും കേട്ടോ. അതല്ലെങ്കിൽ ഓൾ ഹെൽപ്പ് ചെയ്യിച്ചാൽ ഇങ്ങനെ കൊടുത്തിട്ടും ചിലപ്പോൾ നിലത്ത് വീഴും. അതെനിക്ക് 2 ഇരട്ടി പണിയൊക്കെ ആവാറുണ്ട്. പിന്നെ നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈവ് ഹെർബൽസിൻ്റെ ഞാൻ ചെയ്യുന്നതാണോ, ആര് ചെയ്യുന്നതാണോ, ഹോം മെയ്ഡ് ആണോ എന്നൊക്കെ. ഹോം മെയ്ഡാണ്, തികച്ചും കെമിക്കൽ ഫ്രീ ആണ്. ഞാനല്ല, എൻ്റെ ഉമ്മയാണ് കൂടുതൽ അതൊക്കെ ചെയ്തു തരുന്നത്. ഞാൻ അതിൻ്റെ ആഡും ഇൻസ്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളെയാണ് കേട്ടോ. അങ്ങനെ വരുന്നതാണ്. പിന്നെ ഇതാ അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് ക്ലീനിങ് പരിപാടിയിലാണ്. സൺഡേ ആയതുകൊണ്ട് ഒന്ന് ലേറ്റ് ആയിട്ടിടാം, മറ്റേ നേരത്തെ ചെയ്ത് തീർക്കും കേട്ടോ. മക്കൾ സ്കൂളിൽ പോയ പാടെ എല്ലാം ചെയ്ത് തീർക്കും. അപ്പോൾ ഇന്ന് ക്ലീനിങ് പരിപാടിൻ്റെ ഇടയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് കോൺസിനെ കുറിച്ച് അറിയാത്തവർക്കും വേണ്ടി പറയുകയാണ്. ഓർഗാനിക് കോൺസ് റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ സോപ്സും ഒക്കെ റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാൻ നമ്മൾ റീസെല്ലിങ്ങിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പൂള കിട്ടണം കേട്ടോ. അപ്പം നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു കുറേ കാലമായിട്ടോ. അപ്പോൾ അതിലിടക്കിനെ പോയിട്ട് ബീഫ് മേടിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പം ബാബിയുടെ പൂളൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫും ഇതും വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കും. പക്ഷേ വീട്ടിലങ്ങനെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കി കഴിക്കോളൂ കേട്ടോ. എപ്പോഴും ഉണ്ടാക്കിക്കുന്നത് അത്ര നല്ലതല്ല, എപ്പോഴേലൊക്കെ കഴിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ റെസിപ്പി ട്രൈ ആക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഫോളോ ആക്കാത്തവരൊക്കെ ഫോളോ ആക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഉച്ചക്കുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട, അതിലിടയ്ക്ക് വിളിക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഞാൻ